ഇപ്പോൾ ഈ നഷ്ടമായാലും സിനിമാ മേഖലയിൽ വന്ന് പണം മുടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. കള്ളപ്പണം മാത്രമല്ല, അവർക്കതിനകത്ത് ആകർഷണം, മറ്റു പല താല്പര്യങ്ങളുമുണ്ട്. അതിലേക്ക് പോകാൻ കഴിയില്ല, എന്നുവെച്ചാൽ അത് വിശദീകരിക്കാൻ കഴിയില്ല. എല്ലാവർക്കും അറിയുന്ന കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ടാകും. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ വിമുഖരാണ്. അതെന്താ? അവർ വീണ്ടും പൈസ മുടക്കി കൈകൊള്ളാതിരിക്കുക എന്നതുകൊണ്ടൊന്നുമല്ല. മുൻപും ഇത്തരം ആളുകളൊക്കെ ഒരുപാട് സിനിമകൾ നിർമ്മിക്കുകയുണ്ടായിട്ടുണ്ട്. ആ സിനിമകളൊക്കെ പൊട്ടിപ്പാളീസായിട്ടുമുണ്ട്. അപ്പോൾ അതല്ല. മാത്രമല്ല, അവർ സ്ഥിരമായി ഈ മേഖലയിൽ വന്ന് നിർമ്മാതാക്കളായി പേരെടുക്കണം അങ്ങനെയൊന്നും ഉദ്ദേശിക്കുന്നതല്ല. സിനിമ എന്ന് പറയുന്ന ഒരു ആകർഷണമുണ്ട്. പലതരം ആകർഷണങ്ങൾ അതിൽ ഉണ്ടാകും. അതിലേതെങ്കിലും ഒന്നിൽ താല്പര്യപ്പെട്ട് വരുന്നവരായിരിക്കും ഇവർ. അപ്പോൾ അവർക്ക് നാളെയും വന്നേനെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നില്ലായിരുന്നുവെങ്കിൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടെ മലയാള സിനിമ മറ്റൊരു ഘട്ടത്തിലേക്കെത്തി. അതൊരു വലിയ സോഷ്യൽ ഓഡിറ്റിങ്ങിലേക്ക് പോവുകയാണ്. ഒറ്റ നടൻ ഒരു അക്ഷരം പറയാൻ കഴിയാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത്. നിഷാദ് കൃത്യമായി സൂചിപ്പിച്ചതുപോലെ നടിയെ ആക്രമിക്കപ്പെട്ടൊരു കേസാണ് ഇതിനു മുൻപ് മലയാള സിനിമയെ പിടിച്ചു കുലുക്കിയത്. അതിന് ആരോപണ വിധേയനായ നടൻ ഒരർത്ഥത്തിൽ മലയാള സിനിമയുടെ ഇൻഡസ്ട്രിയുടെ സമവാക്യമായിരുന്നു എല്ലാ അർത്ഥത്തിലും. അദ്ദേഹം പ്രതിരോധത്തിലായിപ്പോയി ആ ഒറ്റ കാര്യത്തിൽ. ആ എക്കണോമിയാണ് അങ്ങ് പൊളിഞ്ഞു പോയത്. അയാളും അയാളുടെ സംഘങ്ങളും പടച്ചുവിട്ട സിനിമകളും അതോടെ കുത്തിയൊലിക്കപ്പെട്ടു. അതിനേക്കാൾ എത്രയോ വലിയ ആഘാതമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരാളിലേക്കത് കേന്ദ്രീകരിക്കപ്പെടുന്നില്ല, പക്ഷേ ഒരു ഇൻഡസ്ട്രിയെ മുഴുവൻ അതിനകത്ത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുകയുണ്ടായി. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പിടിച്ചു കുലുക്കുന്ന സമയത്ത് നിഷാദും സിഗേഷും ഓർക്കുന്നുണ്ടാകും. സർക്കാർ അതിലെടുത്തൊരു സമീപനം എന്തായിരുന്നു? സർക്കാർ വലിയ വർത്തമാനമൊക്കെ പറയും, ഇപ്പോൾ പിടിച്ചു കളയുന്നൊക്കെ പറയുമ്പോഴും ഇതൊരു ഇൻഡസ്ട്രിയാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു വ്യവസായമാണ്, അതിൻ്റെ നിലനിൽപ്പ് പ്രധാനമാണ് എങ്കിൽ അതെല്ലാ വ്യവസ്ഥകളോടെയും എല്ലാ സുതാര്യതയോടെയും നിലനിൽക്കണം എന്ന് പറയുകയാണല്ലോ സർക്കാർ വേണ്ടത്. അങ്ങനെ അല്ലാത്തൊരു സമീപനം ആ കാര്യത്തിലുണ്ടായിരുന്നു. അതാണ് ഇൻഡസ്ട്രിയാണ് നിലനിർത്തണേ എന്ന് പറഞ്ഞത്. ഇപ്പോൾ സർക്കാർ ഒന്ന് പിൻവാങ്ങി നിൽക്കുകയാണ്. നിർമ്മാതാക്കളുടെ നാവിലൂടെ അതേ കാര്യം ഇപ്പോൾ പുറത്തു വരികയാണ്. ഇത് ഇൻഡസ്ട്രിയാണ്, ഇത് അടിപടല വീണുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ പുറത്തിറങ്ങി പറയാൻ കഴിയുന്ന ഏക കൂട്ടരി നിർമ്മാതാക്കളാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടോടുകൂടി. കാരണം അങ്ങനെ ആക്ഷേപങ്ങൾ കേൾക്കാതിരിക്കുന്ന വിഭാഗം അവർ മാത്രമാണ് ഈ മേഖലയിൽ. ഇപ്പോൾ പറഞ്ഞ അമ്മയുടെ ഓഫീസിലേക്ക് ഇടയ്ക്ക് ഒരു ദിവസം എങ്ങാനും വന്ന് കയറി പെട്ടെന്നൊരു യോഗം നടത്തി പോകാനേ മറ്റുള്ള എല്ലാ വേന്ദ്രന്മാർക്കും കഴിയുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ആ സാഹചര്യം. അപ്പോൾ ഇതൊരു ഇൻഡസ്ട്രിയാണ്. ഇതിലേക്ക് ഇനി വന്ന് എന്തെങ്കിലും ഒരു പരിശോധനകൾ വരികയാണെങ്കിൽ ഇത് പൂർണ്ണമായും ഇല്ലാതെയാകും എന്ന് വരുത്താൻ വേണ്ടി ഈ പറയുന്ന വിനോദ നികുതി, GST, സിനിമ കളക്ഷൻ, OTTക്ക് ആളില്ല, ഓവർസീസ് റൈറ്റിന് ആളില്ല, സാറ്റലൈറ്റ് റൈറ്റിന് ആളില്ല. ഇവർ നോക്കുമ്പോൾ ഒരിടത്തും ഒന്നിനും വരുമാനമില്ല. ഈ മട്ടിലാണ് ഈ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ മറ്റു പല താല്പര്യങ്ങളും ഇനിയും നിർബാധം മുന്നോട്ട് കൊണ്ടുപോകാൻ അവതരിപ്പിക്കപ്പെടുന്ന ഒരു കള്ളക്കണക്കാണിത്. അതിനപ്പുറത്ത് ഇപ്പോൾ സാമന്ത, ഇപ്പം നമ്മളിപ്പോൾ കേരളത്തെ പറ്റി പറഞ്ഞല്ലോ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരിടത്തും ഉണ്ടായിട്ടില്ല എന്ന്. സാമന്ത എന്ന് പറയുന്ന ആളെ ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് കേരളത്തിൽ നിന്ന് വന്നതല്ലല്ലോ. കൃത്യമായി പുരുഷ അഭിനേതാക്കൾക്കും സ്ത്രീ അഭിനേതാക്കൾക്കും ഒരേ പ്രതിഫലമാണ് അവർ നിശ്ചയിച്ചത്. ആശീർവാദ് കമ്മ്യൂണിക്കേഷൻ അത് ചെയ്ത് കാണിക്കട്ടെ.